ശരിക്കും പറഞ്ഞാൽ പാറു എന്നോട് സംസാരിക്കാൻ മനസ്സാണിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. ലുക്ക് സാജൻ, നമ്മളെ പഴയ കാലം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് മാത്രമാണ്. അത് നീ മറക്കരുത്. ഓക്കെ ഓക്കെ പാറു, ഞാൻ അതിൽ കൂടെ ഫ്രീഡം എടുക്കില്ല. എനിക്ക് ജസ്റ്റും സംസാരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ. എന്താ രണ്ടുപേരും വിരഹ മൂഡിലാണെന്ന് തോന്നുന്നു. ഹാപ്പി ആൻഡ് കോഫി എടുത്ത് തരട്ടെ? എന്താ സാജ, സ്റ്റാർട്ടിംഗ് ട്രബിളോ അല്ല വീണ്ടും പാറുനെ കണ്ട എക്സൈറ്റ്മെന്റോ? എന്റെ പൊന്ന് സാറാ, ഒന്ന് പോയി തരുമോ? നിനക്കെന്താ കുടിക്കാൻ വേണ്ടേ? എന്തെങ്കിലും ഒന്ന് കൊണ്ടുവാ. ഏതായാലും കൂട്ടുകാരനോട് പറഞ്ഞേക്ക്, പ്രതീക്ഷ തീരെ മങ്ങിയിട്ടില്ലെന്നോ. ഏതെങ്കിലും രീതിയിൽ അവൾ ഇനിയും ബന്ധപ്പെടും. ഫോണോ ഇമെയിലോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ. എന്താ പോരെ? എപ്പോ ബന്ധപ്പെടുന്നു? കൃത്യതയില്ലാത്ത ഒരു പ്രവചനമാണ് നമ്മളുടേതെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല. ഇല്ല. ആ, എന്നാൽ ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ അവസാനിപ്പിക്കണം. എന്നാ പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എന്റെ കൂടെയുള്ള കക്ഷിയില്ലേ, അല്ല ഞാൻ കൂടെയുള്ള കക്ഷിയില്ലേ റോയ്ച്ചൻ, ഇങ്ങേർക്ക് അധോലോകമായിട്ട് വല്ല ബന്ധം ഉണ്ടോന്നൊരു സംശയമുണ്ട്. സാമിക്കുണ്ടോ? എനിക്ക് അധോലോകമായിട്ടൊരു ബന്ധമില്ല. പിന്നെ ആകെ ഉള്ളത് പരലോകമായിട്ടാ. സാമി വെറുതെ ആളെ വടിയാക്കല്ലേ. ഇഹലോകത്തെ കാര്യം പറയുമ്പോഴെന്തിനാ പരലോകത്തേക്ക് ഓടുന്നേ? ഇതൊരു ഓട്ടമല്ല കുട്ടി, യാത്രയാണ്. യാത്ര. സാമി എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. ഇപ്പൊ അതല്ല ഇവിടുത്തെ പ്രശ്നം. പിന്നെ റോയ്ച്ചൻ അധോലോകമായിട്ട് വല്ല ബന്ധം ഉണ്ടോന്നുള്ളതാ. ഉണ്ട്, ചെറിയൊരു ബന്ധം നാം കാണുന്നുണ്ട്. ഒരു പെട്ടിയൊക്കെ കൈമാറുന്നത് പോലെ, ഒരു പൊതിയോ മറ്റോ. ഒയ്യോ, പൊതി. സാമി കറക്റ്റ്. ഇതെങ്ങനെ പറയുന്നു? പിന്നെ പറയാതെ, ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടല്ലേ നീ എന്റെ അടുത്ത് തന്നെ വരുന്നത്. അത് ശരിയാ. പിന്നെ സാമി, ഈ റോയ്ച്ചന്റെ അധോലോക ബന്ധം കേരളത്തിലാണോ അതോ അങ്ങ് ബോംബെയിലാണോ? അയാളെ ഇന്ത്യയൊട്ടാകെയുള്ള ഒരു ഗ്രൂപ്പിലെ കണ്ണിയായാണ് നാം കാണുന്നത്. പക്ഷേ കണ്ണി അല്പം ദ്രവിച്ചതായി തോന്നുന്നു. ഈ കണ്ണീന്ന് ഉദ്ദേശിച്ച റോയ്ച്ചനെന്ന് മനസ്സിലായി. പക്ഷെ ദ്രവിച്ചു എന്ന് പറയാൻ കാരണം അയാൾക്കെന്താ വല്ല മാരക അസുഖമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അയാൾക്കിതിൽ വലിയ താല്പര്യമില്ലാതെയാണ് നിൽക്കുന്നത്. പിന്നെ ജീവന് ഭീഷണിയുണ്ട്. അയ്യോ, രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ സാമി? വഴിയുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. എങ്കിൽ എന്താ ചെയ്യണേന്ന് പറയും സാമി. എന്ത് ചെലവ് വന്നാലും നമുക്കത് ചെയ്യാം. ഒന്നുമില്ല, ചുമ്മാ പ്രാർത്ഥിച്ചാൽ മതി. അയ്യേ, അതാർക്കാ പറ്റാത്തത്? അങ്ങനെ എല്ലാവർക്കും പറ്റുമെങ്കിൽ ചെയ്തോ, എനിക്കൊന്നും പറയാനില്ല. പിണങ്ങാതിരുന്നാലും സ്വാമി, നോമൊരു ഹാസ്യം പറഞ്ഞല്ലേ. അതെനിക്ക് കൂടി തോന്നണ്ടേ? ആ ചോദിക്ക്, ഇനി എന്താ അറിയേണ്ടത്? ആ പെൺകുട്ടി ഏതാന്ന് വല്ല ക്ലൂവും കിട്ടിയോ അങ്ങേക്ക്? ഞാൻ പറഞ്ഞില്ലേ, സമയമാകുമ്പോൾ അത് താനേ മുന്നിലേക്ക് വരും. ഇങ്ങനെ മുമ്പിൽ വരും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? കൺമുമ്പിൽ ഇന്നറിയാൻ നല്ല പെൺകുട്ടികളാ. ഇതിലേതാന്ന് ഞാൻ എങ്ങനെ അറിയാനാ സ്വാമി? അപ്പോ ആ പുറപ്പെട്ടു പോയ കുട്ടി? ഓ സ്വാമി, ഞാൻ പറഞ്ഞല്ലേ, അത് കൂട്ടുകാരന്റെ ലവറാ. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരാൾ അകന്നു പോകാൻ സമയമായതായി നാം കാണുന്നു. പെൺകുട്ടിയുടെ കാര്യമാണോ പറയുന്നത്? താൻ സ്നേഹിക്കുന്നത് പെൺകുട്ടികളെ തന്നെയല്ലേ? അയ്യേ, പെൺകുട്ടികളെ തന്നെ. അങ്ങ് പറഞ്ഞോളോ. എന്നാൽ ഇതുകൂടി കേട്ടോളൂ. നിങ്ങൾക്ക് സംശയമുണ്ടാക്കുന്ന പെൺകുട്ടികളിൽ ഒരാൾ ഉടനെ തന്നെ നിങ്ങളെ വിട്ടു പോകും. ആരാ സ്വാമിജി അത്? സ്വാമി, ഞാനും. നോക്ക് പാറു, ഞാനെന്ന് നെഹയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. ആക്ച്വലി എനിക്കെന്ന് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ലായിരുന്നു. സാജൻ കരുതുന്നുണ്ടോ നേഹയുടെ കാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ബ്രേക്കപ്പ് ആയെന്ന്? പിന്നെ നമ്മൾ തമ്മിൽ പല കാര്യത്തിൽ ചേർച്ച കുറവുണ്ട്. ഇപ്പൊ തന്നെ നോക്ക്, സാജൻ വിചാരിക്കുന്ന പോലെ നേഹയുടെ കാര്യത്തിലല്ല നമ്മൾ ബ്രേക്കപ്പ് ആയത്. നീ എന്താ പറഞ്ഞു വരുന്നത് ഇപ്പോ? What I'm saying is, നമ്മൾ തമ്മിൽ ഒരിക്കലും ശരിയാവില്ല. നോക്ക് പാറു, നീ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷെ ഒന്നിച്ച് സന്തോഷിച്ച് ജീവിച്ചു പോകാൻ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. പിന്നെ നമ്മൾ തമ്മിൽ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്താൽ തീരാവുന്നേ ഉള്ളൂ ചേർച്ചക്കുറവൊക്കെ. എനിക്കറിയില്ല. അതെ മാഡം, ഇതൊരു കോഫി കിട്ടിയില്ല. സാരയ്ക്ക് ഹിഷാമിനും കാര്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അത് ഈശാൻ കയറി വരുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. വാ, നമുക്കൊന്ന് പോയി നോക്കാം.
അത് വേണോ? അത് അവർ തമ്മിലുള്ള പേഴ്സണൽ പ്രശ്നങ്ങളായിരിക്കും, അതിൽ നമ്മൾ ഇടപെടണോ? പിന്നെ സാറുടെ പ്രശ്നം എൻ്റെയും കൂടി ഒരു പ്രശ്നമാണ് സാജൻ. എന്നാലും കണ്ടോ, ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞതൊന്നും സാജന് സമ്മതമല്ല. ഇപ്പം സാജൻ പറഞ്ഞു തീർത്തല്ലേ ഉള്ളൂ, നമ്മൾ ഇനി മുതൽ ഒന്നിച്ച് മുന്നോട്ട് പോവാന്ന്. എന്നിട്ട് ഓക്കെ, പോവാം പോവാം. എന്താ സാറാ പ്രശ്നം? ഒന്നുമില്ല. ഹാ, എന്തുണ്ടെങ്കിലും കാര്യം പറ. ഞങ്ങളുടെ കാര്യം തന്നെയാടി, നടക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അതാകെ പ്രശ്നത്തില. എന്താ ഇഷാം, നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഒരു വലിയ പ്രശ്നം വന്നു. അല്ലെങ്കിലും നിങ്ങൾക്കൊരു ചെറിയ കാരണം മതി പ്രശ്നം ഉണ്ടാവാൻ. അല്ല ശരിയാ, അതിപ്പോ പിണങ്ങാനായിട്ട് ആർക്കും വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ. ഞാൻ അവരെ ഉദ്ദേശിച്ചാ പറഞ്ഞേ. ആ, ഇത് നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല പാറു. ഇറ്റ്സ് സീരിയസ്. നിങ്ങൾ ആരെങ്കിലും കാര്യം എന്താന്ന് പറ.